ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വിശേഷം പറയാൻ വന്നതാ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കണ്ട കോഫിയൊക്കെ കുടിക്കുന്നേ ഉള്ളൂ, മോനെ വിട്ടിട്ട് വന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി ഇനി. പിന്നെ ഉച്ചക്കത്തേക്കൊക്കെ എല്ലാ കറിയും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫ്രീയാണ്, കുക്കിംഗ് ചെയ്യണ്ട. പക്ഷേ എനിക്ക് 9 o'clock ആകുമ്പം ലോഗിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഇച്ചിരി പതുക്കെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, എൻ്റെ ഇതിന് മുമ്പത്തെ ജോലിയിൽ എനിക്ക് 8 മണിയാകുമ്പോഴത്തേനും അവിടെ ചെല്ലണം. അപ്പോൾ എൻ്റെ മോന് അന്നേരം ഇത്തിരി കൂടെ ചെറുതാണ്. അപ്പോൾ അവനെ റെഡിയാക്കണം, അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച്, എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രാവിലെ ഒരു ഓട്ടമാണ്. അതൊരു തത്രപ്പാട്. ഞാൻ ഇപ്പോഴും ആലോചിക്കും എങ്ങനെ ഞാനത് അന്ന് ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അമ്മ രാവിലെ ഇതുപോലെ എന്നെയും ബ്രദറിനെയും രാവിലെ എണീപ്പിച്ച് ഞങ്ങളുടെ ഫുഡൊക്കെ പാക്ക് ചെയ്ത്, അത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഇതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടിനെയും എടുത്തുകൊണ്ടൊരു ഓട്ടമാണ്. അങ്ങനെ അമ്മയ്ക്ക് 8 മണിക്ക് പഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിക്കും എൻ്റെ ലൈഫും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്നേ. പക്ഷേ ഇപ്പോഴത്തെ ജോലിയിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് 9 മണിയാകുമ്പോൾ ലോഗിൻ ചെയ്താൽ മതി, നമുക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം. ബുധനാഴ്ച മാത്രമേ എനിക്ക് ഓഫീസിൽ പോയാൽ മതി. അതുകൊണ്ട് കുറച്ചൊരു റിലാക്സ്ഡ് ആണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ ഈ രാവിലെ എണീറ്റ് ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഈ അപ്പനും അമ്മയും മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ, സ്ത്രീകളെ മാത്രം പറയാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്തുണ്ട് ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അച്ഛന്മാരും രാവിലെ എണീറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അവരൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണമല്ലേ. ഇവിടെ അറിയാവുന്നവരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ 4:30 എണീറ്റ് 2 മക്കളൊക്കെ ഉള്ളവരൊക്കെ രാവിലെ എണീറ്റ് അവരെയൊക്കെ ഒരുക്കി കെട്ടി അവർക്ക് രാവിലെ സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നവരെ. അപ്പോൾ ഞാനിതിനു മുമ്പ് സ്കൂളിലായിരുന്നു, അപ്പോൾ അത് കാരണം എനിക്കറിയാം കഷ്ടപ്പാട്. അപ്പോൾ ഒരാളെ വെച്ച് തന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടും. 2 മക്കളൊക്കെ ഉള്ളവരൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്ന അപ്പനമ്മമാർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. സമ്മതിച്ചു തരണം നിങ്ങളെ. ശരി.